1660 ജൂലൈ 13 ആ കൊടുങ്കാറ്റുള്ള ഇരുണ്ട രാത്രിയിൽ ആകാശത്തു നിന്ന് മഴയല്ല, മരണവും പ്രളയവുമാണ് പെയ്യുന്നതെന്ന് തോന്നി. സഹ്യാദ്രിയുടെ കുന്നുകൾ വിറയ്ക്കുകയായിരുന്നു. പൻഹള കോട്ടയിൽ നിന്ന് പുറപ്പെട്ട് ഛത്രപതി ശിവാജി മഹാരാജ് വിശാൽഗഡിലേക്ക് കുതിക്കുകയായിരുന്നു. തൊട്ടുപിന്നിൽ ഒരു നിഴൽ പോലെ സിദ്ധി മസൂദിന്റെ 10,000 വരുന്ന ക്രൂര സൈന്യം പാഞ്ഞടുക്കുകയായിരുന്നു. മരണവും മഹാരാജാവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയായിരുന്നു. മഴയും ചെളിയും ഘോരമായ ഇരുട്ടും. ഓരോ ചുവടിലും ഒരു പുതിയ വെല്ലുവിളിയുണ്ടായിരുന്നു. അപ്പോഴാണവർ ഘോട്ട്കിന്ദ് എന്ന ഇടുങ്ങിയ ചുരത്തിലെത്തിച്ചേർന്നത്. ശത്രുവിന്റെ വാളുകൾ അടുത്തെത്തിയിരുന്നു. അപ്പോൾ ഇരുട്ടിൽ ബാജി പ്രഭു ദേശ്പാണ്ഡെയുടെ പാറ പോലെ ഉറച്ച ശബ്ദം മുഴങ്ങി. സമയം നിശ്ചലമായി. അദ്ദേഹം പറഞ്ഞു, രാജൻ, മുന്നോട്ടു പോകുക. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചാലും സാരമില്ല, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ സംരക്ഷകനായ രാജാവ് മരിക്കരുത്. മഹാരാജാവ് ഭാരമുള്ള മനസ്സോടെ മുന്നോട്ട് നീങ്ങി. പിന്നിൽ അവശേഷിച്ചത് 300 സിംഹങ്ങൾ മാത്രം. അവർക്ക് 10,000 വരുന്ന നരഭോജികളായ കടലിനെ നേരിടേണ്ടി വന്നിരുന്നു. ആ രംഗം സങ്കല്പിക്കുക. ഒരു വശത്ത് ആയിരക്കണക്കിന് സൈന്യവും മറുവശത്ത് വിരലിലെണ്ണാവുന്ന മറാഠകളും. ബാജി മഹാകാളനായി മാറി. ഇരു കൈകളിലും വാളുകളേന്തി അവർ കാലനായി നിലകൊണ്ടു. ശരീരത്തിൽ എണ്ണമറ്റ മുറിവുകളുണ്ടായിരുന്നു. എങ്കിലും ഒരു ചുവടും പിന്നോട്ട് മാറ്റിയില്ല. അവർ പോരാടുകയായിരുന്നു, മുറിവേൽക്കുകയായിരുന്നു, പക്ഷേ വീഴുന്നുണ്ടായിരുന്നില്ല. ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം അവരുടെ ആത്മാക്കൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവർക്ക് വിശാൽഗഡിന്റെ പീരങ്കികളുടെ ശബ്ദം കേൾക്കാൻ മാത്രമായിരുന്നു ആഗ്രഹം. 300 മാവലകൾക്ക് ആ വലിയ രക്തരൂക്ഷിതമായ പ്രവാഹത്തെ തടയാൻ കഴിയുമോ? ബാജി പ്രഭുവിന് തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിയുമോ? അതോ സ്വരാജ്യത്തിൻ്റെ സൂര്യൻ ആ ഇരുണ്ട താഴ്വരയിൽ എന്നേക്കുമായി അസ്തമിക്കുമോ? കൂടുതൽ അറിയാൻ പാവൻഖിന്ദിന്റെ 300ന്റെ മഹത്തായ ത്യാഗം കാണുക. കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക.